സെയിന്റ് സെബാസ്റ്റ്യൻസ് കൂട്ടായ്മയുടെ കലാസംരംഭം ഞങ്ങൾ അവതരിപ്പിക്കുന്നു തെറ്റും ശരിയും. നേരം വെളുത്തിട്ട് എത്ര നേരമായി? പേപ്പർ പോലും ഇതുവരെ എടുത്തിട്ടില്ല. ഇതെന്നാ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല. ഒരു ചായ തരാമോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ തന്നെ പോയി ഇടണോ? ഈ അമ്മയ്ക്ക് എന്താ? അമ്മ എഴുന്നേറ്റ് ഞാൻ അറിയണ്ടേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങി പണി എടുത്തോണ്ടിരിക്കുക. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് വെറുതെ ഒച്ച ഉണ്ടാക്കിയാൽ മതി. അമ്മയ്ക്ക് അടുക്കളയിൽ വന്ന് ചായ ഒന്നെടുത്ത് കുടിച്ചാൽ എന്താ? ദാ ചായ. ആ, ചായ കിട്ടി. നിന്റെ മോൾ എഴുന്നേറ്റില്ലേ? പള്ളിയിലൊന്നും പോകണ്ടേ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ആ, അതെങ്ങനാ? നീ തന്നെ പള്ളിയിൽ പോകില്ല? ഇന്ന് വേദപാഠമുള്ള ദിവസമല്ലേ? അവള് പോയിക്കോളും. അമ്മ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. വന്ന് തമ്പുരാട്ടി കയ്യിലൊരു കുന്തവും ഉണ്ടല്ലോ, അതും കുത്തിക്കൊണ്ടിരിപ്പാണോ? കാല് താഴെ വെക്കടി. അമ്മേ, അമ്മേ, ഒരു ചായ താ. നിനക്ക് അടുക്കളയിൽ പോയി കുടിച്ചുകൂടെ? നീ ഒരു പെൺകൊച്ചല്ലേ? അമ്മമ്മയ്ക്ക് ഇതെന്താണ്? അമ്മമ്മയ്ക്ക് കിട്ടിയില്ലേ? പിന്നെ എന്താ എനിക്കെടുത്ത് തന്നാല്? അമ്മേ, നിനക്കൊന്ന് അടുക്കളയിൽ വന്ന് എടുത്ത് കുടിച്ചൂടെ? എത്ര പണി ഞാൻ ചെയ്തതെന്നറിയാമോ? ഒരു ഞായറാഴ്ച കിട്ടുന്നത് പള്ളിയിൽ പോലും പോകാൻ സമയം കിട്ടുന്നില്ല. എന്നാ കുടി. അല്ല, നീ ഇന്ന് പള്ളിയിലൊന്നും പോകുന്നില്ലേ? ആ, അമ്മയൊന്നും മിണ്ടാതിരിക്കെ, ഞാൻ പൊക്കോളാം. ഓ, അവരെത്തി. അമ്മേ, ഞാൻ പോവാണേ. എടീ, ഭക്ഷണം കഴിച്ചിട്ട് പോ. ആ, അത് ഞാൻ കഴിച്ചോളാം. ഓൾറെഡി അവരിങ്ങ് എത്തി. നേരം വെളുപ്പതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി കൂട്ടുകാരുടെ ബഹളം. എന്തൊക്കെ കാണണം കർത്താവേ. അമ്മേ, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? അമ്മയൊന്നും കാണണ്ടേ? അമ്മ, എനിക്ക് അവിടെ തിരക്കായിരുന്നു. ബിനോയുടെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. 2 ആഴ്ച അവർ വീട്ടിലുണ്ടായിരുന്നു. അത് ശരി. അവരെ എന്തിനാണ് ഇത്രയും ദിവസം വീട്ടിൽ നിർത്തുന്നത്? അത് കൊള്ളാം. അമ്മ എന്ത് വർത്തമാനാ പറയുന്നത്? അവരവരുടെ മോൻ്റെ വീട്ടിലല്ലേ വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെയല്ലേ അമ്മയുടെ മോൻ്റെ വീട്ടിൽ അമ്മ നിൽക്കുന്നത്. ഇവിടുത്തെ മരുമോൾ അമ്മ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ അമ്മ എന്നാ ചെയ്യും? എൻ്റെ അടുത്തെങ്ങാനും പറഞ്ഞാൽ അവൾ വിവരം അറിയും. പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. വയസ്സ് ഇത്ര ആയില്ലേ? ദിവസവും രാവിലെ പള്ളിയിൽ പോയിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഇനിയെങ്കിലും മനസ്സ് നന്നാക്കാൻ നോക്ക്. നാത്തൂനേ, സോനു, സോനു. ഓ, അമ്മയോ? അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം? സോനു ഇല്ലേ അമ്മേ? മകളുടെ കൂട്ടുകാർ വന്നു, മകള് പോയി. ഇപ്പൊ അമ്മയുടെ കൂട്ടുകാർ വന്നിരിക്കുന്നു. എന്തൊക്കെ കാണണം എൻ്റെ കർത്താവേ. ആ ഡാലിയ, നീ എപ്പോഴാ വന്നത്? ഞാൻ അടുക്കളയിലായിരുന്നടാ. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അമ്മ നല്ല കലിപ്പിലാണല്ലോ. എന്തു പറ്റി? അതൊന്നും നീ നോക്കണ്ട. എപ്പോഴും ഇവിടെ ഇത് തന്നെയാണ് അവസ്ഥ. എപ്പോഴും ഒച്ചയും ബഹളവും. അല്ല, നീ എന്തിനാ വന്നത്? ആ, ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വന്നതാ. ആ, ഒരു കാര്യമുണ്ട്. അല്ല, നീ ഇന്ന് പള്ളിയിൽ പോയില്ലയോ? ഇല്ലടാ, നിനക്ക് ഇവിടുത്തെ തിരക്കറിയാഞ്ഞിട്ടാ. രാവിലെ എഴുന്നേറ്റാൽ ആരുമില്ല ഒരു സഹായത്തിന്. ഒറ്റയ്ക്ക് തന്നെ എല്ലാ പണിയും എടുക്കണം. പിന്നെ മാറ്റി വെക്കാൻ പറ്റുന്നത് പള്ളിക്കാര്യം മാത്രമാണല്ലോ. ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയപ്പോൾ ജിയോച്ചനെ കണ്ടായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു സോനുവിനെ പള്ളിയിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായി എന്ന്. അതുപോലെ റോസ് പള്ളിയിൽ വന്നിട്ടും കുറച്ച് ദിവസം ആയി എന്ന്. റോസ് വേദാർത്ഥത്തിനൊന്നും പോകാറില്ലേ? നീ എന്തായി പറയുന്നേ? അവൾ എല്ലാ ആഴ്ചയിലും പള്ളിയിലാണെന്നും പറഞ്ഞാണല്ലോ ഇവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് പ്രാക്ടീസ് ഉണ്ട്, പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലേറ്റായിട്ടാണല്ലോ അവൾ വരുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് അവൾ പള്ളിയിലും കുർബാനയ്ക്കും വേദപാഠത്തിനും പോയിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നിന്നെ പോയി കണ്ട് കാര്യം തിരക്കാൻ. എൻ്റെ ദൈവമേ, ഈ കുരുത്തം കെട്ടുള്ള ഇത് എവിടെയാ പോയിരിക്കുന്നേ? ദൈവത്തിനറിയാം. എൻ്റെ ഡാലിയ, ഞാൻ ഇനി എന്ത് ചെയ്യും? നീ വിഷമിക്കല്ലേ, നമുക്ക് നോക്കാം. സോനു, ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. നീ ആരാണെന്ന് പോയി നോക്കിക്കേ. ദൈവമേ, ആരാണാവോ? ഒരു നമ്പറാണല്ലോ. ആരാണ്? നീ ഒന്ന് എടുത്ത് നോക്ക്. ഹലോ, ഇതാരാണ്? ഹലോ, ഇത് റോസിൻ്റെ അമ്മയല്ലേ? അതെ, റോസിൻ്റെ അമ്മയാണ്. ഇതാരാണ്? അത് ഞാൻ പറയാം. മകൾ എവിടെയാണ്? അവള് പള്ളിയിൽ പോയതാണല്ലോ. അല്ല,
ഇത്രയും നേരമായിട്ട് മോള് വന്നില്ലേ? 5 മണിയായല്ലോ. അവൾക്ക് പള്ളി പ്രാക്ടീസ് ഉണ്ട്. അല്ല, നിങ്ങൾ ആരാണ്? സോറി, ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്നിട്ട് അച്ഛനെ വിളിച്ച് ചോദിച്ചില്ലേ പ്രാക്ടീസ് ഉണ്ടോ, എന്താണ് പള്ളിയിൽ പരിപാടി എന്നൊക്കെ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. മക്കൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുക. എന്തിനു പോകുന്നു, എവിടെ പോകുന്നു, ഇതൊന്നും അന്വേഷിക്കാറില്ല. എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് പെട്ടാൽ പിന്നെ ഞങ്ങളുടെ ജോലിയാണല്ലോ. മോളുടെ അച്ഛൻ എവിടെയാണ്? അച്ഛൻ UK-യിലാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 2-3 ആഴ്ചയായി നിങ്ങളുടെ മകൾ കൂട്ടുകാരുമൊത്ത് മറൈൻ ഡ്രൈവിൽ കറങ്ങി നടക്കുകയായിരുന്നു. അതിൽ പ്രധാന കൂട്ട് മയക്കുമരുന്ന് റാക്കറ്റിലെ വ്യക്തികളുമായിട്ടായിരുന്നു. ഞങ്ങൾ അവരെ പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് മയക്കുമരുന്ന് കൈമാറിയ സമയം മകളെയും അവരുടെ കൂട്ടുകാരെയും പിടികൂടി. അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ താങ്കളുടെ മകളും കൂട്ടുകാരും നിരപരാധികളാണെന്നറിയാവുന്നതുകൊണ്ട് എല്ലാ കുട്ടികളുടെ മാതാപിതാക്കളെയും വിളിപ്പിച്ച് കുട്ടികളെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടു. റോസിൻ്റെ ഫാദർ നാട്ടിലില്ലല്ലോ, അതുകൊണ്ട് മോളെ ഒരാളുടെ കൂടെ വീട്ടിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു. ഓക്കെ? ഓക്കെ സാർ. എന്ത് പറയാനാ ഡാലിയ? പോലീസ് ഓഫീസറാണ് വിളിച്ചത്. എനിക്കങ്ങ് പേടിയാവുന്നു. ഈ കുട്ടി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്ത് ചെയ്യാനാ, എനിക്ക് അറിയത്തില്ല. സോനു, നീ വിഷമിക്കല്ലേ, നമുക്ക് നോക്കാം. ചേച്ചി, എന്തു പറ്റി? എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നാത്തൂനെ, എന്ത് പറയാനാ, പോലീസ് ഓഫീസറാ വിളിച്ചത്. റോസ് എന്തോ കുരുത്തക്കേടിൽ പെട്ടെന്നോ അവളെ പോലീസ് പിടിച്ചെന്നോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എനിക്കറിയില്ല, ഇനി എന്ത് ചെയ്യാനാ. ഷോ, അമ്മ ഇതറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സാരമില്ല സോനു, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ചേച്ചി വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സോനു, ദേ നോക്ക്, റോസ് വരുന്നു. എവിടെ? അയ്യോ, റോസിൻ്റെ കൂടെ റോസിൻ്റെ ടീച്ചറാണല്ലോ. എടീ കുരുത്തം കെട്ടവളെ, നീ പള്ളിയിലേക്കാണെന്ന് പറഞ്ഞ് എവിടേക്കാ പോയത്? അയ്യോ അമ്മ, തല്ലല്ലേ. തല്ലണ്ട, തല്ലിയിട്ട് ഒരു കാര്യവുമില്ല. ബഹളം വെക്കുകയും വേണ്ട. റോസ് അകത്തേക്ക് പോയേ. ടീച്ചറെ, ടീച്ചർക്ക് എവിടെ നിന്നാണ് ഇവളെ കിട്ടിയത്? അത് പറയാം. എല്ലാം ഒരു നിമിത്തം, ദൈവാനുഗ്രഹം എന്ന് വേണം പറയാൻ. നിന്നെ വിളിച്ച് പോലീസ് ഓഫീസർ എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തെ കാണാൻ അത്യാവശ്യമായി ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് റോസ് അവിടെ ഇരുന്ന് കരഞ്ഞ് വിഷമിക്കുന്നത് കണ്ടത്. ഞാനാ പറഞ്ഞത്, ഞാൻ അറിയും, എൻ്റെ കുട്ടിയാണ്, ഞാൻ കൊണ്ടാക്കിക്കോളാമെന്ന്. അങ്ങനെയാണ് ഞാൻ കൊണ്ടുവരാൻ ഇടയായത്. എത്ര വലിയ പ്രശ്നത്തിലാണ് അവൾ ചെന്ന് പെട്ടിരിക്കുന്നതെന്ന് അറിയാമോ? അതെങ്ങനെയാ വളർത്തുദോഷം? എൻ്റെ മകളുടെ മക്കളില്ലേ, എത്ര നല്ല കുട്ടികളാണെന്നറിയാമോ? ഒരു കുഴപ്പവുമില്ല. അതുപോലെയാണ് അവൾ വളർത്തുന്നത്. അമ്മേ, അങ്ങനെ പറയരുത്. ഒരമ്മയും തൻ്റെ മക്കൾ മോശമാവാൻ ആഗ്രഹിക്കില്ല. നല്ല അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്കുണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതിന് അമ്മാമ്മയ്ക്ക് ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്. പേരക്കുട്ടികളെ ചേർത്ത് പിടിച്ച് നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഇന്ന് അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരിക്കും. ആ സമയത്ത് അമ്മയുടെ ഉത്തരവാദിത്തം വളരെ വലുതായിരിക്കും. അമ്മയ്ക്ക് എന്നല്ല, ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്ന, ആ കുട്ടിയെ കാണുന്ന ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട്. നല്ല അന്തരീക്ഷവും നല്ലൊരു സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. റോസിൻ്റെ അമ്മ വിഷമിക്കേണ്ട, എന്തായാലും ദൈവാനുഗ്രഹമുണ്ട്. അതുകൊണ്ട് കൂടുതൽ മോശമായതൊന്നും സംഭവിച്ചില്ലല്ലോ. അതുതന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി നാം കാണണം. നമ്മുടെ മക്കൾ ഓരോരുത്തരും നല്ലവരാണ്, നമ്മെ ചതിക്കില്ല. പക്ഷേ കാലം ഒരുപാട് മാറിപ്പോയി. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ മക്കളുടെ പുറകെ ഉണ്ടായിരിക്കണം. നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുപോലെ വേദന എന്തെന്നറിഞ്ഞ്, ബുദ്ധിമുട്ട് എന്തെന്നറിഞ്ഞ് വളർത്തിയ നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയില്ല. നമുക്കെല്ലാവർക്കും അതുപോലെ മക്കളെ വളർത്തി എടുത്തുകൊണ്ട് വരാൻ കഴിയട്ടെ. അതോടൊപ്പം നമ്മുടെ മക്കളാകുന്ന പട്ടത്തിൻ്റെ ചരട് പരിശുദ്ധ അമ്മയെ നമുക്ക് ഏൽപ്പിക്കാം. അങ്ങനെ സ്വതന്ത്രമായി സ്വസ്ഥമായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. റോസ് എവിടെ? അപ്പോൾ നാളെ ക്ലാസ്സിൽ കാണാം. നല്ല കുട്ടിയാവണം. ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുകയും വേണ്ട. അപ്പോൾ റോസിൻ്റെ അമ്മേ, അവളെ വഴക്ക് പറയരുത് കേട്ടോ. അവൾ നല്ല കുട്ടിയാണ്. ഒരബദ്ധം പറ്റി, അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ ശരി, തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പതുക്കെ നമുക്ക് നടന്നു നീങ്ങാം. തെറ്റുകൾ ആർക്കും സംഭവിക്കാം.
തെറ്റുകളിൽ നിന്നും ശരികളിലേക്ക് നടക്കാൻ മനസ്സുണ്ടോ എന്നതാണ് പ്രധാനം.